ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടങ്ങി. ചരിത്രം വിശദമായി പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ്. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി വിധി തെറ്റെന്ന് കേന്ദ്ര സർക്കാർ. യുവതീ പ്രവേശനം അനുവദിച്ചാൽ ആരാധനാ സ്വഭാവം മാറുമെന്നും കേന്ദ്രം അറിയിച്ചു. ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യമാകുമ്പോൾ വിദഗ്ധരുമായി ചർച്ച ചെയ്യേണ്ട കാര്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ ഞങ്ങൾ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാട് ഈ പ്രശ്നം തീരുമാനങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനു മുൻപായിട്ട് ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രശ്നമാകുമ്പോൾ അതിലെ വിദഗ്ധരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്, അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യണം. അത്തരം ചർച്ചയുടെ ഭാഗമായി കാര്യങ്ങൾ മനസ്സിലാക്കണം. കോടതിയോ ഗവൺമെൻറ്റോ ഏകപക്ഷീയമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല ഇത്. ഇതാണ് ഞങ്ങൾ നേരത്തെ സ്വീകരിച്ച നിലപാട്. ആ നിലപാടാണ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നത്. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഏറെ നീണ്ടേക്കാവുന്ന ഒരു നിയമവ്യവഹാരത്തിലെ സുപ്രധാനമായ വാദത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇന്ന് മുന്നോട്ട് വെച്ച വാദങ്ങൾ എന്തൊക്കെയാണ്? ഗോകുൽ കൃഷ്ണ, ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഇന്ന് സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ചിൽ വാദം തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ ആദ്യ വാദം ഉന്നയിക്കുന്നത്. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയായിരുന്നു ആ വാദം തുടങ്ങി വെച്ചത്. എന്തായാലും കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഈ ശബരിമലയിലെ ആചാരം അത് ഒരു തുല്യതയുമായി ഇതിനൊരു ബന്ധമില്ല എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വിശ്വാസ കാര്യങ്ങളിൽ കോടതി ഇടപെടലിന് പരിമിതിയുണ്ട് എന്ന കാര്യമാണ് കേന്ദ്രം ഇന്ന് മുൻനിർത്തിയ വാദങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടത്. അതിന് പറയാനുള്ള കാരണം ഈ ശബരിമലയിലെ ആചാരം ഒരു നിശ്ചിത പ്രായ പരിധിയിലുള്ള സ്ത്രീകളെ മാത്രം ബാധിക്കുന്നതാണ്, പ്രതിഷ്ഠയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടത് കൂടിയാണ് എന്ന കാര്യവും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നു. നൂറ്റാണ്ടുകളായി നിലനിന്ന സാമൂഹ്യ തിന്മയായ അയിത്തമായി താരതമ്യം ചെയ്യുന്നത് അത് നീതീകരിക്കാനായി കഴിയില്ല, മറിച്ച് അതൊരു ആചാര സ്വഭാവമായി വിലയിരുത്തണം എന്ന കാര്യമാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ജസ്റ്റിസ് നാഗരത്നയുടെ ഒരു നിരീക്ഷണം കോടതിയിൽ നിന്നുണ്ടായി. അതായത് സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് ഇപ്പോഴും തൊട്ടുകൂടായ്മ നിലനിൽക്കുന്നു എന്ന് ജസ്റ്റിസ് നാഗരത്ന വാക്കാൽ പരാമർശിക്കുകയുണ്ടായി. ഇതൊരു കടുപ്പമേറിയ സത്യമാണ് എന്ന കാര്യവും ജസ്റ്റിസ് നാഗരത്ന ഇതുമായി ബന്ധപ്പെട്ട മുൻനിർത്തി. സാമൂഹിക തിന്മ മതാചാരമായി മുദ്ര കുത്തുകയാണെങ്കിൽ അത് തിന്മയാണോ അതോ അനിവാര്യമായ മതാചാരമാണോ എന്ന കാര്യങ്ങളിൽ കോടതിക്ക് തീരുമാനമെടുക്കാം എന്ന കാര്യവും ജസ്റ്റിസ് നാഗരത്ന ഇന്ന് നിരീക്ഷിച്ചു. എന്തായാലും നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് ഈ വിഷയത്തിൽ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായ വിലയിരുത്തി കഴിഞ്ഞാൽ ഈ ജുഡീഷ്യൽ ഇത്തരം വിഷയങ്ങളിലെ ജുഡീഷ്യൽ പരിശോധനകൾ അതിൽ ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടായിരിക്കണം എന്ന കാര്യമാണ് കേന്ദ്രം മുൻനിർത്തുന്നത്. ഗോകുൽ കൃഷ്ണ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.